Welcome to I+ Training Solutions. I+ Training Solutionന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് UGC NET Education പേപ്പർ 2ന്റെ 3rd യൂണിറ്റ് ലേണർ ആൻഡ് ലേണിംഗ് പ്രോസസ് എന്നുള്ള ചാപ്റ്ററിലെ 3rd സബ് യൂണിറ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് ഓഫ് ലേണിംഗ് എന്ന പോർഷനാണ്. ഇതിന്റെ ലേണിംഗ് എന്താണെന്നും ലേണിംഗിന്റെ ഇൻട്രോഡക്ടറി പാർട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിലാണ് ലേണിംഗ് തിയറീസ് എന്നുള്ള ആ ഒരു പോർഷൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ വിതൗട്ട് മച്ച് ഡിലേ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ എപ്പോഴും വീഡിയോയിൽ ചെയ്യാറുള്ളത് പോലെ തന്നെ 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സും ആരംഭിക്കാം. Which among the following are the characteristic features of learning? Learning എന്ന പ്രോസസ്സിന്റെ characteristic feature ഏതൊക്കെയാണ് എന്നാണ് ഫസ്റ്റ് ചോദ്യം. Learning is a lifelong process. Learning is the result of experiences. Learning is goal-directed process. And option D, all the above. And second question, which among the following is not a learner variable? Learner variable, task variable, method variable, അങ്ങനെ കുറേ different variables ഉണ്ട്. So അതിൽ which among the following is not a learner variable? Study habit, physical health, organization, motivation. So ഇതിന്റെ രണ്ടിന്റെയും കറക്റ്റ് ആൻസേഴ്സ് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആൻസർ കണ്ടെത്താവുന്നതാണ്. Then, what is learning? First, നമുക്ക് meaning of learning എന്താണെന്ന് നോക്കാം. Learning is the change in behavior of an organism. Simple word ൽ പറയുമ്പോൾ learning is the change in behavior of an organism. And learning is the change in habit, skill, attitude and knowledge level. അല്ലേ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ലേണിംഗ് ഒരു ഹാബിറ്റ് ലെവൽ ആയിരിക്കില്ല അവൻ 2-3 ക്ലാസ്സുകളൊക്കെ വളർന്ന്. ഓഫ് കോഴ്സ് ഗ്രോത്തിന് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എങ്കിൽ കൂടിയും ലേണിംഗ് പഠിച്ചു വരുന്ന കുട്ടിയും പഠിക്കാത്ത വരുന്ന കുട്ടിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സോ അവൻ്റെ ഹാബിറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. ലേണിംഗ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രോത്തിനൊരു ഫാക്ടർ ഉണ്ട് എങ്കിൽ പോലും ഗ്രോത്ത് അല്ല ലേണിംഗ് എന്ന് പറയുന്നത്. And learning is the change in response or behavior. Behavior endilake modification, elimination or acquisition of responses involving some degree of performances. So ചില പെർഫോമൻസിൽ ഉണ്ടാകുന്ന പെർഫോമൻസിന്റെ ഡിഗ്രിയിൽ ആ ഒരു അക്വസിഷനിൽ ഉണ്ടാകുന്ന വ്യത്യാസം, മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ, ഇതൊക്കെ നമുക്ക് ലേണിംഗ് എന്നുള്ള കാറ്റഗറിയുടെ മീനിങ് ആയിട്ട് പറയാം. Now, definitions of learning. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ ലേണിങ്ങിന് കൊടുത്തുള്ള ഡെഫിനിഷൻസും കൂടി ഒന്ന് നോക്കാം. സോ ലേണിംഗ് ഈസ് ദി മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. ഗെയ്റ്റ്സ് പറഞ്ഞതാണ്. പെട്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വി യൂസ് ടു ടെൽ ദ ലേണിംഗ് ഈസ് ദി മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. അത് പറഞ്ഞത് ഗെയ്റ്റ്സ് ആണ്. Then learning involves the acquisition of habit, knowledge and attitude. Crow and Crowയുടെ definition ആണ്. Learning is the acquisition of habit, knowledge and attitude. Then next, learning is the change in behavior resulting from behavior. Changing behavior resulting from behavior learning ആണ്. ഗിൽഫോർഡ് പറഞ്ഞ ഡെഫിനിഷൻ ആണ്. Then learning includes both acquisition and retention. Learning എന്ന് പറയുന്നത് both acquisition and retention ആണെന്ന് സ്കിന്നർ പറഞ്ഞു. So these are the important definitions of learning. Now we look into the characteristic features of learning. Learning in the characteristic features എന്താണെന്ന്. So learning is a relatively permanent change in behavior. Once നമ്മൾ ലേൺ ചെയ്ത കാര്യം, of course rote learning അങ്ങനെ പല കാര്യം കൊണ്ട് we may forget. പക്ഷേ അതിലുണ്ടാകുന്ന ഒരു once നടക്കാൻ പഠിച്ചാൽ പിന്നെ നമ്മളങ്ങ് ഒരു സുപ്രഭാതത്തിൽ നടക്കാൻ അങ്ങ് മറന്നു പോകുമോ? ഇല്ല. എന്തെങ്കിലും ഫിസിയോളജിക്കലായ ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ, ഒരു എയിൽമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ ലേണിംഗ് ഈസ് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച്. Permanent change in behavior. Then learning is a progress or growth of organism. Of course,
ഗ്രോത്ത് ആണ്, പ്രോഗ്രസ് ഓഫ് ഓർഗാനിസം ആണ്, പക്ഷെ ഫിസിയോളജിക്കൽ അല്ല ഡയറക്റ്റ് ആയിട്ട്. ഇറ്റ് ഈസ് യെസ് സൈക്കോളജിക്കലി അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിഹേവിയറലി വരുന്ന ചേഞ്ച് ആണ്. ലേണിംഗ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്. ലേണിംഗ് ഈസ് നോട്ട് ഡയറക്ട്ലി ഒബ്സർവബിൾ. അല്ലേ, നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഒരു കുട്ടി വളരുന്നത് പോലെ cannot be observable directly. Learning is the result of experiences. Now, learning is a goal-directed process. Learning is retained through practice. Learning is transferable and learning is aroused by individual and social need. ആദ്യ പാർട്ടാണ് നമ്മൾ ഈ പഠിക്കുന്നത്. ലേണിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ഉൾപ്പെടുന്ന പാട്ടാണിത്. ലേണിംഗ് തിയറി എന്നുള്ള പാട്ട് സെക്കൻഡ് ക്ലാസ്സിലെ സെക്കൻഡ് സെറ്റ് ഓഫ് സ്ലൈഡ്സിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ലേണിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഫസ്റ്റ് സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്തു പോകുന്നത്. So learning is a goal directed process and it is retained through practice and learning is transferable. Learning is aroused by individual and social needs. Now, learning is process, not a product. Learning എന്ന് പറയുന്നത് പ്രോസസ് ആണ്, ഒരു പ്രക്രിയയാണ്. Learning is active and creative. Learning is universal. Learning is motivated by adjustment. These are the characteristic features of learning. Characters നോക്കുമ്പോൾ learning is relatively a permanent change in behavior. Then learning is a progress or growth of organism. Learning is a lifelong process. Learning is not directly observable. Learning is the result of experiences. Learning is a goal-directed process. Learning is retained through practice. Learning is transferable. Learning is aroused by individual and social needs. And learning is a process and it is not a product. Learning is active and creative. Learning is universal. Learning is motivated by adjustment. എന്തുകൊണ്ടാണ് ലേണിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഇത്രയും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ പാറ്റേൺസ് എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അനലിറ്റിക്കൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ഒരു 3, 4 1, 2 and 3 are correct. Statement 1, 2 is correct and statement 2 is not the correct reason for 1 എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ചാൻസസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിയററ്റിക്കൽ സെൻറ്റൻസ് ബേസ്ഡ് ആയിട്ട് തന്നെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നാൽ എക്സാം കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഈ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് തന്നെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, നൗ വിൽ ലുക്ക് ഇൻ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. Now, process of learning. Learning ഒരു പ്രോസസ് ആണെന്ന് പറഞ്ഞു. ആ ലേണിംഗ് പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ലേണിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ സ്റ്റെപ്സ്. ഒരു പ്രോസസ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഹാവിങ് സം സ്റ്റെപ്സ് അല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോ അത് ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ലേണിംഗ് എന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നത്? എ, മോട്ടീവ് ഓർ എ ഡ്രൈവ്. ദർ ഷുഡ് ബി എ മോട്ടീവ് അല്ലേ? ദർ ഷുഡ് ബി എ ഡ്രൈവ്. Lack of something. Drive means lack of something. Then an attractive goal. അല്ലെങ്കിൽ ഒരു റീസണബിൾ അല്ലെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ ഉണ്ടാവണം. എ ബ്ലോക്ക് ടു ദ അറ്റൈൻമെന്റ് ഓഫ് ഗോൾ. ഒരു ഗോളും ഉണ്ടാകണം, അതോടൊപ്പം തന്നെ ആ ഗോളിനെ ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഗോള് അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു ജസ്റ്റ് ഈസിലി അവൈലബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സാധനം ചോദിച്ചു അത് കിട്ടി, അതൊരു ലേണിംഗ് ആയി മാറില്ല. നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ, പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അല്ലേ? സോ അപ്പൊ അവിടെയാണ് എന്താണ് ഒരു ബ്ലോക്ക് എന്നുള്ള ആ ഒരു ലേണിങ്ങിന്റെ പ്രോസസ്സിലുള്ള വ്യൂ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. സോ വാട്ട് ആർ ദ 3 സ്റ്റെപ്സ് ഓഫ് ലേണിംഗ്? എ മോട്ടീവ് ഓർ എ ഗോൾ, ആൻ അട്രാക്റ്റീവ് ഗോൾ, then a block to attainment of the goal. ഈ 3 പ്രോസസ്സുകൾ ഇൻവോൾവ് ചെയ്തതാണ് ലേണിംഗ്. Now, ആ പ്രോസസ് ഓഫ് ലേണിംഗിൽ
a motive or a goal or a drive എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? Motive is the dynamic force that energizes behavior and compels an individual to act. Motive എന്ന് പറഞ്ഞാൽ നമ്മൾ മൂവികളിലൊക്കെ കേട്ടിട്ടുണ്ട്. For a crime there should be a motive. അല്ലേ? മോട്ടീവ് ഉണ്ടായിരിക്കണം ഒരു ക്രൈമിന്. അതല്ലെങ്കിൽ എന്തിനും there should be a motive. Then learning takes place because of a response to some stimulus. ഒരു ചില സ്റ്റിമുലസിന് പകരമായിട്ട്, അതാണ് ഡ്രൈവ് എന്ന് ഉദ്ദേശിച്ചത്. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സംതിങ്. സോ നീഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവണം. ദർ ഷുഡ് ബി എ നീഡ്. നമ്മളിനിയും മോട്ടിവേഷൻ എന്നുള്ളതിൻ്റെ തിയറീസ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ പഠിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ, പേഴ്സണാലിറ്റി തിയറീസ്, പേഴ്സണാലിറ്റിയുടെ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ പഠിച്ചു പോകും. അതായത് നീഡ്, അതുപോലെ തന്നെ ഡ്രൈവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽ ഡിസ്കസ്. എനിവേ, നൗ മോട്ടീവ് ഓർ എ ഡ്രൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഒരു there should be a dynamic force that energizes behavior and compels an individual to act. അതുപോലെ തന്നെ മോട്ടിവേഷൻ എന്നുള്ള കാര്യം, that is ആ മോട്ടിവേഷൻ എന്നത് ലേണിംഗിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ലേണിംഗ് ടേക്സ് പ്ലേസ് ബിക്കോസ് ഓഫ് a response to some stimulations. Then അടുത്ത നെക്സ്റ്റ് ലേണിംഗിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ് ആണ് an attractive goal should be there. Every individual has to set a definite goal achievement. ഒരു ഗോൾ ഉണ്ടായിരിക്കണം. According to that goal we are achieving something. And the third process involved in learning is a block to attainment of a goal. That is, നമുക്കൊരു ബ്ലോക്ക് ഉണ്ടാവണം. അതല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വരികയാണെങ്കിൽ നമുക്കത് അറ്റൈൻ ചെയ്യാനുള്ളൊരു ടെംപ്റ്റേഷൻ, ആ ഒരു ഗോളിലേക്ക്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ലേണിങ്ങിലേക്ക് നീങ്ങുന്നത്. സോ ദ ഒബ്സ്റ്റക്കിൾ ഓർ ബ്ലോക്ക് or the barrier is equally important in the process of learning. Then the obstacle or the barrier keeps us away from attaining the goal. ഇത് എങ്ങനെ ചോദിക്കാം എന്ന് വെച്ചാൽ, that is statement 1, that is process of learning involved, that is a block to attainment of goal, അല്ലെങ്കിൽ the obstacle or block is important in the process of learning. Statement 1. Then statement 2, the obstacle or the barrier keep us away from attaining the goal. Statement 2. So ini question engane varum? Statement 1 and 2 are correct, and statement 2 is the correct reason for statement 1. ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. കാരണം ആ ഒബ്സ്റ്റക്കിൾ ബാരിയർ നമ്മളെ ഗോളിൽ നിന്ന് എവേ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് പ്രോസസ് ഓഫ് ലേണിംഗിൽ ബ്ലോക്ക് ടു ദ അറ്റൈൻമെന്റ് ഓഫ് ഗോൾ എന്നുള്ള ആ ഒരു പ്രോസസ്സിന് ഇമ്പോർട്ടൻസ് വന്നത് തന്നെ. സോ അപ്പോൾ അതായത് അല്ലെങ്കിൽ ഇങ്ങനെ ഇറ്റ് ഈസ് ദി കറക്റ്റ് റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1 എന്നുള്ള രീതിയിൽ വരും. സോ അതൊക്കെയാണ് ഇതുപോലുള്ള പ്രോസസ്സിന്റെ രണ്ട് സെന്റൻസിന്റെ തമ്മിലുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. മെന്റൽ പ്രോസസ് ഇൻവോൾവ് ഇൻ ലേണിംഗ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത് കോമൺ പ്രോസസ് ആണ്. ഏതൊക്കെ പ്രോസസ് ആണ്? മോട്ടീവ്, അല്ലെങ്കിൽ അറ്റൈൻമെന്റ് ഓഫ് എ ഗോൾ, ദെൻ ദർ ഷുഡ് ബി എ ബ്ലോക്ക് ടു അറ്റൈൻമെന്റ് ഓഫ് ഗോൾ. ഇത് പറഞ്ഞത് ഡയറക്റ്റ് ആയിട്ടുള്ള ലേണിങ്ങിന്റെ പ്രോസസ്സാണ്. ഇനി സം മെന്റൽ പ്രോസസ് ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ലേണിംഗ്, അതായത് ഒരാളുടെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് പ്രോസസ്സുകളുണ്ട്. ദാറ്റ് ആർ ഡയറക്ഷൻ, ഇന്റർപ്രിട്ടേഷൻ, സെലക്ഷൻ, ഇൻസൈറ്റ്, ക്രിയേഷൻ ആൻഡ് ക്രിറ്റിസിസം. വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ചോദിച്ചിട്ടുണ്ട്, നെറ്റിന്റെ എക്സാമിന് ചോദിച്ചതാണ്. The mental process that involved in the learning, which among the following is not a mental process involved in the learning? അപ്പോ അവിടെ ഒരു ഓപ്ഷൻ ആയിട്ട് അന്ന് ചോദിച്ചത് ഗോൾ, the characteristic features of goal എന്നുള്ളത്, അല്ലെങ്കിൽ the peculiarity of a goal എന്നുള്ളതായിരുന്നു അവിടെ ഒമിറ്റ് ചെയ്തിരുന്ന ആൻസർ. അവിടെ ചോദിച്ചത് ക്രിയേഷൻ, ഇൻസൈറ്റ്, സെലക്ഷൻ, ദെൻ ഫീച്ചർ ഓഫ് ദ ഗോൾ, അതുപോലെ തന്നെ interpretation. ഇത്രയും ചോദിച്ചിട്ട് 1, 2 and 3 are correct, 1, 3 and 4 are correct, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ അതുകൊണ്ട് വെരി ഇമ്പോർട്ടൻറ്റ്, the mental process involved in learning, direction, interpretation, selection, insight, creation and criticism are the mental process taking place when a learning happens. Now, the factors affecting learning. അതാണ് കുറച്ചു മുമ്പ് ലേണർ വേരിയബിൾ, ടാസ്ക് വേരിയബിൾ, മെത്തേഡ് വേരിയബിൾ ആൻഡ് മോട്ടിവേഷൻ.
The factors affecting learning, very important. Learner variable, അതായത് it is related to learner. Then task variable, ഏത് പ്രോസസ്സിനെയാണോ, ഏത് ടാസ്ക് ആണോ ലേണിംഗിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ആ ലേണിംഗ് ടാസ്കിനെ അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തത്. നെക്സ്റ്റ്, മെത്തേഡ് വേരിയബിൾ, ദാറ്റ് is what kind of method of learning, what kind of method of teaching, that is method variable. And the last come, which is motivation. Motivation is very important. So next, learner variable. So related to learner എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലേണറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതൊക്കെ വേരിയബിൾ വരുമെന്നുള്ളത് നോക്കാം. Goal means intention or aim എന്ന് പറയും. അതായത് ആ ഒരു നമ്മുടെ ആ ഒരു ഇതിലേക്കുള്ള ആ ഒരു വേരിയബിൾസ്, അതായത് ലേണർ വേരിയബിൾ, ഗോൾ അല്ലെങ്കിൽ ഇന്റൻഷൻ. ആ ലേണറുടെ ഗോൾ എന്ത് അച്ചീവ് ചെയ്യണം. Then age of the learner is a crucial factor. അല്ലേ, കൊച്ചുകുട്ടിയെ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാൻ നമുക്ക് പറ്റില്ല ഒരു ലേണിംഗിൽ. സോ ഏജ് ഇസ് എ ക്രൂഷ്യൽ ഫാക്ടർ. നെക്സ്റ്റ് കംസ് സെക്സ് ഇസ് ഓൾസോ വെദർ ഫീമെയിൽ, മെയിൽ ഓർ ട്രാൻസ്ജെൻഡർ, അതും ഒരു ഫാക്ടറാണ് ലേണിംഗിൽ. ദെൻ നെക്സ്റ്റ് കംസ് സ്റ്റഡി ഹാബിറ്റ് ഓഫ് ദ ലേണർ, ദെൻ പ്രയർ നോളജ് ഓഫ് ദ ലേണർ. ഇതൊക്കെ ലേണർ റിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾ. തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. Physical health of the learner is a important factor. So it is an important factor. Why? Because നമുക്കൊരു പനിയോ അല്ലെങ്കിൽ if we are not feeling well, we are not able to learn, അല്ലെങ്കിൽ we are not able to attend the class properly. So that itself is a factor. Then maturation of the learner, physical and mental maturation factors here. Then motivation of the learner, readiness to learn. Motivation വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. Then attentionനെയാണ് mother of all learnings എന്ന് പറയുന്നത്. All learning, mother of learning എന്ന് പറയുന്നത് attention ആണ്. Very important. Then attitude, positive or negative attitude of the learner. Then interest of the learner, what cause attention? Then interest cause attention. So ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. Goal of the learner, age of the learner, sex of the learner, study habit of the learner, prior knowledge of the learner, എല്ലാം നമുക്ക് ഓഫ് ചേർത്തിട്ട് എഴുതാം. അപ്പം അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ക്വസ്റ്റ്യൻ ഈ ചോദിക്കുമ്പോൾ വിച്ച് among the following is learner variable എന്ന് ചോദിച്ചാൽ ഇത്രയും വേരിയബിൾസ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമുക്ക് അത് ലേണറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു. ഡയറക്റ്റ് ആയിട്ട് ലേണറുമായിട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ലേണർ വേരിയബിൾ ഓഫ് ലേണിംഗ് പ്രോസസ്. നെക്സ്റ്റ് കംസ് ടാസ്ക് വേരിയബിൾ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ലേണിംഗ് ടാസ്ക്. ആ ലേണിംഗ് എന്നുള്ള ആ ഒരു പ്രവർത്തനത്തിനെ അല്ലെങ്കിൽ ആ ഒരു ടാസ്ക്, എന്ത് വർക്കാണ് നമ്മൾ കൊടുക്കുന്നത്, ആ വർക്കിനെ റിലേറ്റ് ചെയ്ത് വരുന്നത്. ലെങ്ത് ഓഫ് ദ ലേണിംഗ് മെറ്റീരിയൽ, ദാറ്റ് ഈസ് ലേണർ സ്പാൻ ഓഫ് അറ്റൻഷൻ ആൻഡ് മെമ്മറി ഈസ് വെരി ലെസ്. അല്ലേ, സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം നല്ല കോൺസെൻട്രേഷനിൽ ഇരിക്കാൻ പറ്റുന്ന ആദ്യത്തെ 10 മിനിറ്റേ ഉള്ളൂ മാക്സിമം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പാൻ ഓഫ് അറ്റൻഷൻ വിൽ ബി റെഡ്യൂസ്ഡ്, അതായത് കുറഞ്ഞു വരും. സോ അതുകൊണ്ട് തന്നെ ലേണറിൻ്റെ ആ ഒരു കൊടുക്കുന്ന ലേണിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ടാസ്ക്, ആ ടാസ്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നോർമലി നമ്മൾ നമ്മുടെ സ്ലൈഡ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് വീതമുള്ള സ്ലൈഡ്സ് ആയിട്ട് കൊടുത്ത് പഠിപ്പിക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ എന്ത് പറ്റും എന്ന് വെച്ചാൽ നമ്മുടെ പോർഷൻസ് നമ്മൾ അങ്ങനെ 10 മിനിറ്റ് വരുമ്പോൾ ഒരു ബൾക്കി ആയിട്ട് വരും. ചില കണ്ടന്റ്സ് നമുക്ക് തീർന്നു പോവുകയില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഒരു അരമണിക്കൂറും ഒരു മാക്സിമം 45 മിനിറ്റിനപ്പുറത്തേക്കുള്ള ഒരു ക്ലാസ്സസും നമ്മുടെ i+ ട്രെയിനിങ് സൊല്യൂഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. മാക്സിമം അതല്ലെങ്കിൽ 1 or odd സിറ്റുവേഷനിൽ എങ്ങാനും ഒരു 1 hour ക്ലാസ് പോകുന്നതേ ഉള്ളൂ. എന്തായാലും 30 to 45 മിനിറ്റ്സിനുള്ളിലുള്ള ക്ലാസ്സുകളാണ് എപ്പോഴും. ദാറ്റ് ഈസ് നമ്മൾ ഈ ടാസ്ക് വേരിയബിൾ ഓഫ് ലേണർ, നിങ്ങളെന്ന ലേണറിന്റെ ടാസ്ക് വേരിയബിളിനെ നമ്മൾ കൺസിഡർ ചെയ്ത് സ്പാൻ ഓഫ് അറ്റൻഷനൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലോക്ക് ആണ്, അല്ലെ ഒരു ചലഞ്ചാണ്. യു നീഡ് ടു അറ്റൈൻ ദിസ് നെറ്റ്. അപ്പോൾ പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുകയും വേണം. എനിവേ, സോ നെക്സ്റ്റ്, മീനിങ് ഫുൾനെസ് ഓഫ് ദി ടാസ്ക്.
Then difficulty level, it is a crucial variable അല്ലേ. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതേ ലേണർ വേരിയബിൾ അത് ഇവിടെ ഒന്ന് നോക്കിക്കേ. ആ ടാസ്കിന്റെ കല്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗസ്റ്റ് തിങ്. തുമ്പി വെൻ കൺസിഡർ ദിസ് കല്ല് അല്ലെങ്കിൽ ആ ഒരു ഇത് വരുമ്പോൾ തുമ്പി വളരെ ചെറിയ സംഭവമല്ലേ. സോ അത് തന്നെയാണ് ഇവിടെ. സോ ഡിഫിക്കൽട്ടി ലെവൽ ഇറ്റ് ഇസ് എ ക്രൂഷ്യൽ വേരിയബിൾ. ദെൻ ഓർഗനൈസേഷൻ ഓഫ് ദ കണ്ടന്റിന്റെ ഓർഗനൈസേഷൻ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുകയാണെങ്കിൽ വി വെർ ഏബിൾ ടു സ്റ്റഡി വെൽ. സോ ദാറ്റ് ഇസ് ടാസ്ക് വേരിയബിൾ. Then method variable. Method നമ്മൾ ലേണിങ്ങിന് ഉപയോഗിക്കുന്ന മെത്തേഡ്. സോ ദാറ്റ് ഇസ് സ്പേസ്ഡ് വേഴ്സസ് മാസ് ലേണിംഗ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ സ്പേസ് വേറൊന്നും കൂടി ഉണ്ട്, ഹോൾ ഓർ പാർട്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഹോളായിട്ട് പഠിപ്പിക്കുന്നു, അതല്ലെങ്കിൽ പാർട്ടായിട്ട് കുട്ടി പഠിപ്പിക്കുന്നു. അതെല്ലാം എന്താണ് മെത്തേഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേരിയബിൾസ് ആണ്. നോക്കിക്കേ, സ്പേസ് വേഴ്സസ് മാസ് ലേണിംഗ്. സ്പേസ് ലേണിംഗ് എന്താണ്? ഇത് ലേണിംഗ് ഇൻ ഷോർട്ട് ഡ്യൂറേഷൻ, സ്കാറ്റേർഡ് ആൻഡ് സ്പ്രെഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, yield മോർ ലേണിംഗ്. കുറച്ച് സമയത്തേക്ക് നമ്മളൊരു 10 മിനിറ്റ്, ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ് 10 മിനിറ്റ് ക്ലാസ് എടുത്താൽ മതി അല്ലെ, പഠിച്ചാൽ മതി. സോ അത് മോർ എഫക്റ്റീവ് ആയിരിക്കും. ബട്ട് ദ കോൺസെൻട്രേഷൻ ലെവൽ, ദ അറ്റൻഷൻ ലെവൽ ഇസ് മോർ ഹയർ. ദെൻ നെക്സ്റ്റ് കംസ് മാസ് ലേണിംഗ്. അവിടെ എന്താണ്? ഒരു ഹോൾ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കുകയാണ്. സോ അത് ഭയങ്കര പാട്. ഞാൻ പറഞ്ഞില്ലേ 1 മണിക്കൂർ ക്ലാസ് ഒക്കെ, ഞാൻ ഒരിക്കലും 1 മണിക്കൂർ ക്ലാസ് എൻ്റർടൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ നമ്മുടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ചിലപ്പോൾ നമ്മൾ 45 above പോവാറുണ്ട്. സ്റ്റിൽ അത് ഞാൻ നോർമൽ സ്കൂളിലെ കോളേജിലെ ക്ലാസ്സുകൾ, ബിക്കോസ് നിങ്ങൾ ഇനി നെറ്റൊക്കെ എടുത്തിട്ട് നിങ്ങൾ കോളേജിൽ ഒക്കെ പഠിപ്പിക്കാൻ പോകുമ്പോഴത്തെ സിറ്റുവേഷനിൽ പറഞ്ഞാണ് 45 മിനിറ്റ്സിന് മാക്സിമം അപ്പുറത്തേക്ക് ഒരു കുട്ടിക്ക് ക്ലാസ് എടുത്തു കൊടുത്താൽ അവർ അവസാനം പറയും ക്ലാസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പക്ഷേ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, ആദ്യത്തെ 1 മണിക്കൂർ കേട്ടിരുന്നു എന്ന് പറയും അല്ലേ. അതുകൊണ്ട് ദാറ്റ് ഓൾസോ ഷുഡ് ബി കൺസിഡർ. That is mass learning, that is learning a material wholly in a long duration of time, that is again a variable. Now whole versus part combination is advisable. പറഞ്ഞില്ലേ മാസ് ലേണിങ്ങിനേക്കാളും whole versus part combination is advisable. Then recitation, rhythmic reproduction of a poem or a passage അല്ലേ. ഒരു സിനിമാ പാട്ട് ഒരു കാലത്തൊക്കെ നമ്മൾ ശരിക്കും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമാ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മളത് ആ വരിയുടെ ആ ഒരു ടൂണോ അല്ലെങ്കിൽ ആ ഒരു ഇതും അനുസരിച്ച് നമ്മളത് പഠിച്ചു വെക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാകും അല്ലേ, rhythmic reproduction ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ recitation is a good choice മെത്തേഡിൽ. Then technique to improve memories, അതായത് അവിടെ എന്തൊക്കെയാണ് ടെക്നിക്സ് ടു ഇംപ്രൂവ് മെമ്മറീസ്? നമ്മുടെ മ്യൂമോണിക്സ് ഒക്കെ അപ്ലൈ ചെയ്താൽ മതി അല്ലേ. വിബ്ജിയോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ പറയും അല്ലേ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, യെല്ലോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വിബ്ജിയോർ നമ്മൾ കണ്ണടച്ചു പറയും അല്ലേ. എന്താണ് മഴവില്ലിൻ്റെ 7 നിറങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ മറ്റേത് പറയുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ മറ്റേ പല കാര്യങ്ങൾ ഇതുപോലെ എന്താണ് മ്യൂമോണിക്സ് ടേമിൽ നമ്മൾ പറയാറുണ്ട്. സോ അവിടെ എന്താണ് അവിടെ വരുന്ന ടെക്നിക്സ് ടു ഇംപ്രൂവ് മെമ്മറീസ് ആണ്. പിന്നെ നെക്സ്റ്റ് ഓവർ ലേണിംഗ്, റെപ്പറ്റീഷൻ ഓഫ് മാറ്റർ അല്ലേ. നമ്മൾ കുട്ടികളോട് പറയും വായിച്ച് ഒരുപാട് തവണ വായിച്ച് പഠിക്കാൻ പറയും, വീണ്ടും വായിക്കാൻ പറയും. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യും. സോ ദാറ്റ് ഇസ് അതും ഒരു മെത്തേഡാണ്. ദെൻ മെത്തേഡ് ഓഫ് ലോക്കൈ അല്ലെങ്കിൽ ലോക്കസ്. ലോക്കസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലൊക്കേഷൻ. Then visualization of items with their spatial location. അതാണ് ഈ മെത്തേഡ് ഓഫ് ലോക്കൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ അവിടെ നമ്മൾ ഒരു സ്പേസിൽ നമ്മൾ കൊടുക്കും. നമ്മളോടിപ്പോൾ എന്താ പറയാ, ഇന്ന സംഭവം നമ്മുടെ വീട്ടിലിപ്പോൾ പെട്ടെന്ന് നിങ്ങളോട് പറയും നിങ്ങൾ ഗ്യാസ് സ്റ്റൗ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഗ്യാസ് സ്റ്റൗവിലേക്കായിരിക്കില്ല പോകുന്നത്, ആദ്യം നമ്മൾ കിച്ചണിലേക്കായിരിക്കും പോകുന്നത്. കാരണം കിച്ചണിലാണല്ലോ നോർമലി ഗ്യാസ് സ്റ്റൗ ഇരിക്കുന്നത്. സോ അപ്പോൾ ആ ഒരു ലൊക്കേഷൻ, ആ സ്പേഷ്യൽ ലൊക്കേഷൻ നമ്മൾ അറേഞ്ച് ചെയ്യും. സോ അതപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലൊക്കെ മെത്തേഡ് വെച്ചിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ലേണിംഗ് വിൽ ബി മച്ച് മോർ ഇഫക്റ്റീവ്. ദെൻ ലേണിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4ാമത്തെ വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു ഇതാണ് പ്രോസസ്സ് നമ്മുടെ ഇതിൽ വരുന്നതാണ് ലേണിംഗ്. ലേണർ വേരിയബിൾ വരും, ടാസ്ക് വേരിയബിൾ വരും, ദെൻ മെത്തേഡ് വേരിയബിൾ വരും. ദ 4th കംസ് ദാറ്റ് ഇസ് മോട്ടിവേഷൻ. ലേണിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റേണൽ പ്രോസസ്സ് ആണ് അല്ലേ.
that makes a person move towards a goal. ഗോളിലേക്ക് നയിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ദി ബയോളജിക്കൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഫോഴ്സസ് ദാറ്റ് ആക്ടിവേറ്റ്സ് എ ബിഹേവിയർ. ഇല്ലേ? ബയോളജിക്കൽ ഫോഴ്സ് ആവാം, ഇമോഷണൽ ഫോഴ്സ് ആവാം, സോഷ്യൽ ഫോഴ്സ് ആകാം, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഫോഴ്സ് ആകാം ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ആ വേർഡ് തന്നെ ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് മോട്ടീവ്. ആൻഡ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ a reason for doing something എന്നുള്ളതാണ്. Then factor which stimulate an organism for achieving a particular task, that is called motivation. Motivation എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് എന്തിന്? ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ ഒരു ഇൻഡിവിജ്വലിനെ പ്രേരിപ്പിക്കുന്ന. Then motivation is the driving force that stimulates a person for on that particular ടാസ്ക് ടു അച്ചീവ് ദി ഗോൾ. അതായത് നമ്മളൊരു പേഴ്സണെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? സോ എന്തിലേക്ക്? ഒരു പെർട്ടിക്കുലർ ഫോഴ്സിലേക്ക് നയിക്കുന്നത്. ദെൻ മോട്ടിവേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് എറോസിങ്, സസ്റ്റെയിനിങ് ആൻഡ് റെഗുലേറ്റിംഗ് ആക്ടിവിറ്റി. ഗുഡ് പറഞ്ഞ ഡെഫിനിഷനാണ്. മോട്ടിവേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് എറോസിങ്, സസ്റ്റെയിനിങ് ആൻഡ് റെഗുലേറ്റിംഗ് ആക്ടിവിറ്റി. എന്തിനാണ്? ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദർ ഷുഡ് ബി എ മോട്ടിവേഷൻ. നൗ what are the characteristic features of motivation? ലേണിങ്ങിനോടൊപ്പം തന്നെ മോട്ടിവേഷൻ എന്ന ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സിനും certain characteristic features ഉണ്ട്. മോട്ടിവേഷൻ is derived when the need emerges. ഒരു നീഡ് വരുമ്പോഴാണ് we need to achieve that എന്നുള്ള ഒരു internally അല്ലെങ്കിൽ ഒരു externally എന്നുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുക. ഇറ്റ് ഈസ് goal oriented ആണ്. Motivation is a dynamic process. Motivation increases the efficiency of the child or a person. Then motivation may be positive or negative. ഒന്നുകിൽ ഒരു നെഗറ്റീവ് മോട്ടിവേഷൻ ആവാം, അതല്ലെങ്കിൽ പോസിറ്റീവ് മോട്ടിവേഷൻ ആകാം. മോട്ടിവേഷൻ മേ ബി എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ ഓൾസോ. എക്സ്റ്റേണൽ മോട്ടിവേഷൻ വരാം, ഇന്റേണൽ മോട്ടിവേഷൻ വരാം. Then factors affecting motivation: leadership style, the reward system, the organizational climate, and the structure of the work. Leadership style, reward system, organizational climate, and the structure of the work are the factors that is affecting motivation. That is leadership style അല്ലേ? ഒരു നമ്മളോടൊപ്പം നിന്ന് നമുക്കൊരു നല്ലൊരു കൂടെ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടീച്ചറും, അതേപോലെ തന്നെ ഒരു അതോറിറ്റേറിയൻ രീതിയിൽ മാറി നിന്ന് നമ്മളോട് അത് ചെയ്യുന്നു പറയുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമുക്ക് ഇതിൽ ആര് പറയുന്ന കാര്യങ്ങളാകും കൂടുതൽ നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ആരാണ് നമ്മളെ ഇന്റേണലി മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെ എക്സ്റ്റേണലി മോട്ടിവേറ്റ് ചെയ്യുക? ഓഫ് കോഴ്സ് those who are along with us അല്ലേ? ആരാണ് കൂടെ നിന്ന് നമുക്ക് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? സോ അതാണ് ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ. ഓതോറിറ്റേറിയൻ ആവരുത്, എപ്പോഴും പാർട്ടിസിപ്പേറ്റീവ് ആവണം. ദെൻ ദ റിവാർഡ് സിസ്റ്റം. ഓഫ് കോഴ്സ് സെയിൽസ് ഫീൽഡിൽ അല്ലെങ്കിൽ അല്ലാതെ എവിടെയായാലും കുട്ടികൾക്കായാലും ഇൻസെൻറ്റീവ്സ്, അതായത് അത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റിവാർഡിനെ പറ്റി ഓർത്ത് നമ്മൾ മോട്ടിവേറ്റഡ് ആകും. then ഒരു ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, ഈവൻ സ്കൂൾ ആണെങ്കിലും സ്കൂളിൻ്റെ ക്ലൈമറ്റ് തന്നെ, ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഒരു മോട്ടിവേഷൻ ഫാക്ടറായിട്ട് മാറും. then the structure of the work, നമ്മൾ ആ ഒരു വർക്കിൽ നമുക്കുണ്ടാകുന്ന ഇൻവോൾവ്മെൻറ്റും അതേപോലെ തന്നെ structure of the work. These are the 4 factors: leadership style, reward system, organizational climate, and the structure of the work are the 4 important factors that affecting motivation of a person. ഇനി മോട്ടിവേഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. അതായത് അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അതായത് ഇന്റേണലി എക്സ്റ്റേണലി എന്നൊക്കെ നമ്മൾ നേരത്തെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ പറഞ്ഞു. അതൊക്കെ ബേസ് ചെയ്ത് മോട്ടിവേഷൻ 2 തരത്തിലുണ്ട്. ദാറ്റ് ഈസ് extrinsic motivation and intrinsic motivation. ഇത് കൂടാതെ വേറെ ടൈപ്പ് ഓഫ് മോട്ടിവേഷനും ഉണ്ട്. പക്ഷേ whether the motivational factor or the motivation comes from external or internal എന്നുള്ള ബേസിസിൽ 2 തരത്തിലുണ്ട്. That is, motivation comes from outside, which is extrinsic motivation, and the motivation comes from internally, done for internal reasons. നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ മോട്ടിവേഷൻ വരികയാണെങ്കിൽ that is called as intrinsic motivation. Then introjected motivation എന്നും ഐഡന്റിഫൈഡ് മോട്ടിവേഷൻ എന്നും പറഞ്ഞ 2 മോട്ടിവേഷനും കൂടിയുണ്ട്. നമ്മൾ കോമൺലി എപ്പോഴും പഠിച്ചു പോകുമ്പോൾ എക്സ്റ്റേണൽ ഇന്റേണൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ ഇൻട്രോജക്റ്റഡ് മോട്ടിവേഷൻ ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചു. So അതുകൊണ്ട് തന്നെ what is this introjected motivation? Motivation from an internalized pressurizing voice.
The source of motivation for a behavior is guilt, worry or shame. അങ്ങനെ എന്താവാം, ഉള്ളിൽ നിന്നുള്ള ഉൾവിളി എന്നൊക്കെ പറയത്തില്ലേ, motivation from an internalized pressuring voice. Then second comes identified motivation. A person knows that something needs doing but has not yet decided to do anything about it. നമുക്കറിയാം എന്തെങ്കിലും ഞാൻ അവിടെ ചെയ്തേ പറ്റൂ, അവനറിയാം, ഐഡന്റിഫൈഡ് ആണ് അവൻ്റെ മോട്ടിവേഷൻ, കാരണം എനിക്ക് ഞാൻ ആ സിറ്റുവേഷനിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പക്ഷെ എന്ത് ചെയ്യും, നമ്മൾ ഇതുവരെ ഒന്നും ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ നമ്മൾ ഉള്ളിൽ നിന്ന് മോട്ടിവേറ്റഡ് ആണ് നമ്മൾ. പിന്നെ വേറൊരു കാര്യം പറ്റേ, ഇറ്റ് കുഡ് ബി എക്സ്റ്റേണൽ ഓർ ഇറ്റ് കുഡ് ബി ഇന്റേണൽ. ഇത് എക്സ്റ്റേണൽ ഇന്റേണൽ മോട്ടിവേഷൻ ഒരു ടൈപ്പാണ്. ഈ ഇൻട്രോജക്റ്റഡ് ഐഡന്റിഫൈഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അനദർ ടൈപ്പാണ്. ഓക്കെ, ടൈപ്പ് എന്ന് പറഞ്ഞാൽ അനദർ ഒരു ഇത് വരുന്നത്, അത് കുഡ് ബി എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ വരാം. So that is identified motivation and introjected motivation. That is motivation from an internalized pressuring voice. അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ഇൻട്രോജക്റ്റ് ആണ്, ഉള്ളിൽ നിന്ന് ഇൻജക്റ്റ് ചെയ്ത് വരുന്നത് അല്ലേ. നീ അത് ചെയ്, നീ അത് ചെയ്, നീ അത് ചെയ്. നമ്മുടെ പറയത്തില്ലേ, നമ്മുടെ ഈ സിനിമകളിലും അതുപോലെ ഇതിലൊക്കെ കാണത്തില്ലേ, സാത്താൻ ഉള്ളിലിരുന്ന് പറയുന്നതാണ് അല്ലേ എന്നൊക്കെ പറയില്ലേ. സോ എന്താ ബിഹേവിയർ, അത് ഗിൽറ്റ് ബിഹേവിയർ ആകാം, വറി അല്ലെങ്കിൽ ഷെയിം, അങ്ങനെയൊക്കെ ഉള്ളത് ഒരു രീതിയിൽ വരാം ഈ പറയുന്ന ഇൻട്രോജക്റ്റഡ് മോട്ടിവേഷൻ. ദെൻ ഐഡന്റിഫൈഡ്, അല്ലെങ്കിൽ നമ്മൾ എൻ്റെ ഉള്ളിൽ നിന്ന്, ഇറ്റ് കുഡ് ബി പോസിറ്റീവും ആവാം കേട്ടോ. ദെൻ അല്ലെങ്കിൽ പറയില്ലേ, നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അത് ചെയ്യ, അത് ചെയ്യ, അത് ചെയ്യുന്നു. സോ അങ്ങനെ ഐ ഡിഡ് ഇറ്റ്. പക്ഷെ അത് നമ്മുടെ ഇന്റേണൽ മോട്ടിവേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ ആരോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലായി നമുക്ക് തോന്നും, അതാണ് ഇൻട്രോജക്റ്റഡ്. Then identified motivation എന്ന് പറയുമ്പോൾ a person knows that something needs doing but നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, but not yet decided to do anything about it. Then techniques of motivation. നമുക്ക് ഈ മോട്ടിവേഷന്റെ കൂട്ടാൻ പറ്റുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്? Then first elaborative interrogation. നമ്മൾ ആ ഒരു വ്യക്തിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരാൾക്കൊരു മോട്ടിവേഷൻ കൊടുക്കണമെങ്കിൽ അവരെ പറ്റിയിട്ട് നന്നായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഇലാബറേറ്റീവ് ഇന്ററോഗേഷൻ, ക്വസ്റ്റ്യനിങ്, ദാറ്റ് ഇസ് സെൽഫ് എക്സ്പ്ലനേഷൻ, സമ്മറൈസേഷൻ, ഹൈലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ. നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ ചില പോർഷൻസ് ഒക്കെ നമ്മൾ ഹൈലൈറ്റർ പെൻ വെച്ചിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കും, അതല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിടും അല്ലേ. അപ്പോൾ ആ വേർഡ് മാത്രം എടുത്തു വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ അത് നമുക്കൊരു മോട്ടിവേഷൻ ഫാക്ടറാണ്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ലേണിങ്ങിൽ വരുന്നതാണ്. ദെൻ കീവേർഡ് മ്യൂമോണിക്സ്. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ PSCക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കും, അതായത് ട്രിക്സ് വഴിയായിട്ട് അല്ലേ അത് വല്ല പഠിക്കാനുണ്ടോ. അപ്പോൾ ഒരു ട്രിക്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്താ ട്രിക്ക് വഴിയായിട്ട് ഓരോന്നും കീവേഡ് എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് പഠിച്ച് അപ്പോൾ അത് ഇലാബറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ ട്രിക്ക്, അതായത് ഈ വിബ്ജിയോർ തന്നെ മഴവില്ലിൻ്റെ 7 നിറങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ട്രിക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട് മ്യൂമോണിക്കിൽ, എന്താ വിബ്ജിയോർ അല്ലേ. അപ്പോൾ വിബ്ജിയോർ പഠിക്കുമ്പോൾ എന്താണ്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മന്ത് 31 ഡേയ്സും 30 ഡേയ്സും ഉള്ള മന്ത് അറിയാൻ വേണ്ടി നമ്മൾ നക്കിൾസിൽ നോക്കില്ലേ, കൈയുടെ മുട്ട്, കൈ ഇങ്ങനെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ആ പൊങ്ങിയിരിക്കുന്ന ഭാഗം ജാനുവരി, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഫെബ്രുവരി, ദെൻ മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് നക്കിൾസ് ആയിട്ട് നോക്കില്ലേ. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊന്ന് അടിച്ചു കൊടുത്താൽ മതി, അറിയാൻ വയ്യാത്തവർ, അറിയാവുന്നവരുണ്ടെങ്കിൽ അത് മനസ്സിലായില്ലേ. സോ നക്കിൾസ് വെച്ചിട്ട് നമ്മൾ മന്തിൻ്റെ ഡേയ്സ് പഠിക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മളൊരു ഇത് പഠിക്കും, 30 ഡേയ്സ് ആർ സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ ആൻഡ് നവംബർ, ഓൾ ദ ഡേയ്സ് ആർ 31 ആൻഡ് ഫെബ്രുവരി ഈസ് 28 അല്ലേ. നമ്മളത് പഠിക്കും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ മിമോണിക്സ് ആണ്. സോ അതൊക്കെ നമുക്കും ഒരു മോട്ടിവേഷൻ ആണ്, കാരണം പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് ചൊല്ലി നോക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ് ഇസ് മോട്ടിവേഷൻ ടെക്നിക്സ്. തീരുന്നില്ല, ഒരുപാട് മോട്ടിവേഷൻ ടെക്നിക്സ് ഉണ്ട്. ഇമേജറി യൂസ് ഫോർ ടെക്സ്റ്റ് ലേണിംഗ് അല്ലേ. നമ്മൾ പഠിക്കുമ്പോൾ നമ്മളത് വിഷ്വലൈസ് ചെയ്യാൻ പറയും. അതാണ് സിനിമ കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ സിനിമയിലെ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കും, ഒരു ബുക്ക് കംപ്ലീറ്റ് വായിച്ചാലും നമ്മളത് ഓർത്തിരിക്കില്ല. അതേസമയം ഒരു സിനിമയാണെങ്കിൽ എത്രയോ മൂവികൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല ബുക്സിനെ ബേസ് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് അല്ലേ. സോ അപ്പോൾ ആ ബുക്ക് പക്ഷെ നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ ഓർക്കുന്നുണ്ടാവില്ല, പക്ഷേ സിനിമയുടെ കഥ മുഴുവൻ നമുക്കറിയാം. സോ അതാണ് ആ ഒരു വിഷ്വലൈസേഷൻ്റെ ഇമ്പാക്റ്റ്. ദെൻ റീറീഡിങ്, വീണ്ടും വീണ്ടും വായിക്കുക. പ്രാക്ടീസ് ടെസ്റ്റിംഗ്, ഡിസ്ട്രിബ്യൂട്ടഡ് പ്രാക്ടീസസ്, പലർക്കായിട്ട് കൊടുത്ത് അവരെ കൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്താണ് കണ്ടന്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ പല പല കണ്ടന്റ് പല ഇതിലാക്കിയത്. ഇന്റർലീവ്ഡ് പ്രാക്ടീസ്, ഇവയൊക്കെ എന്തിനാണ്, മോട്ടിവേഷന്റെ ടെക്നിക്കാണ്.
Then ക്ലാസിന്റെ തുടക്കത്തിൽ 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് ആരംഭിച്ചത് അല്ലേ? Which among the following are the characteristic features of learning? Learning is a lifelong process. Learning is the result of experiences. Learning is a goal directed process. So ഇത് എല്ലാം ലേണിംഗിന്റെ characteristic features ആയിട്ടാണ് വരുന്നത്. So the correct answer is D, all the above. Then which among the following is not a learner variable? Study habit is study habit of the learner. Physical health, yes, physical health of the learner. Motivation level of the learner. Organization of the organization of the content. So organization of the content വരുമ്പോഴത്തേക്കും it is something related to the task variable. So appo study habit, physical health, motivation will related to learner, then organization will related to task. So the correct answer here is organization. So with this learning എന്നുള്ള ആ ഒരു സബ് യൂണിറ്റിന്റെ ഫസ്റ്റ് പോർഷൻ, അതായത് ലേണിംഗ്, ദാറ്റ് മീൻസ് പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് ഓഫ് ലേണിംഗ് എന്നുള്ള ആ ഒരു സബ് യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് ലേണിംഗ്, അതുപോലെ തന്നെ ലേണിംഗിന്റെ ഇൻട്രൊഡക്ടറി പാർട്ട് നമ്മളിവിടെ കവറപ്പ് ചെയ്തിരിക്കുകയാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ ഇത് വളരെ ബ്രീഫായിട്ട് കൊടുത്തതാണ്, കാരണം ലേണിങ്ങിനെ പറ്റി ഒരു അവയർനെസ് മാത്രം ഉണ്ടാവാനായിട്ട്. സോ സ്റ്റഡി മെറ്റീരിയലൂടെ ചേർത്ത് വെച്ച് പഠിക്കുക, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളിലും നമ്മൾ സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 എന്നൊക്കെ പറഞ്ഞ് ഡിസ്കഷൻസിൽ ഒക്കെ പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോയി. അത് എല്ലാ ക്ലാസ്സസിലും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്സിൽ നിന്നും നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുമോ ആ രീതിയിൽ കണ്ടെത്തി എന്നുള്ളതും കൂടി നോക്കുക. സോ സ്റ്റേറ്റ്മെന്റ് 1, 2 and 3 ആർ കറക്റ്റ്, 1, 3 and 4 ആർ കറക്റ്റ്, അങ്ങനെയൊക്കെ വന്നു വരുന്നത്. കാരണം അനലൈസേഷൻ ലെവലിലാണ് നമ്മൾ എപ്പോഴും നമ്മളെ വാല്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ എക്സാമിൻ ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിൽ ആൻസർ ചെയ്യാൻ പഠിക്കാം. ഓക്കെ, സോ ഹൈ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതും വരെ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.